സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പറയാറായിട്ടില്ല എന്നും മന്ത്രി സണ്ണി ജോസഫ്. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണം. ഹ്രസ്വകാല കരാറിലൂടെ കൂടുതൽ വിലയിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കും. ഇതിനായി കമ്മീഷനോട് അനുമതി തേടിയിട്ടുണ്ട്. വൈദ്യുതി നിയന്ത്രണത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നമ്മളുടെ കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ് അതിൻ്റെ കാരണം. എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട്, 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ്, പുതിയ എയർ കണ്ടീഷനുകൾ, പുതിയ സ്ഥാപനങ്ങൾ, പുതിയ വീടുകൾ, അതുപോലെ പുതിയ ഉപകരണങ്ങളെല്ലാം വന്നതുകൊണ്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഗണ്യമായ 1000 മെഗാവാട്ടിൻ്റെ വർധനവ് വന്നു. എന്നാൽ ഉൽപ്പാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ലഭ്യത വല്ലാതെ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ UDF-ൻ്റെ ഗവൺമെൻറ് ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകി. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ കരാറുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറയുന്നത് പൊതുജനങ്ങളോടൊന്ന് സഹകരിക്കണമെന്നാണ് പറയുന്നത്. അതിന് പൊതുജനം തയ്യാറാണ്, സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ എത്ര കാലം സഹകരിക്കണം? ഈ വൈദ്യുതി പ്രതിസന്ധി എന്ന് പരിഹരിക്കും എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ മന്ത്രി? സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ട നടപടികളുമായി KSEB മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മായ സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോൾ ഇത് പരിഹരിക്കാൻ കഴിയും, എപ്പോഴിതിന് ഒരു സമാപനം ഉണ്ടാകും എന്ന കാര്യത്തിൽ പറയാറായിട്ടില്ല എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ അതിൻ്റെ കാരണങ്ങളും മന്ത്രി വ്യക്തമാക്കി. മഴയുടെ ലഭ്യത വളരെ കുറവാണ്, ഒപ്പം തന്നെ വൈദ്യുതി ലഭ്യതയും കുറവായിരിക്കുന്നു. 3600 മുതൽ 3800 മെഗാവാട്ട് വൈദ്യുതി വരെയായിരുന്നു നേരത്തെ വേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 4600 മുതൽ 4800 മെഗാവാട്ട് വൈദ്യുതി വരെ ആയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈദ്യുതി ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹ്രസ്വകാല കരാറിൽ ഏർപ്പെടാനാണ്, അത് കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ഹ്രസ്വകാല കരാറിൽ ഏർപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇത് ഈ പ്രതിസന്ധി എപ്പോഴത്തേക്ക് മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പറയുന്നില്ല. പകരം മന്ത്രി ജനങ്ങളുടെ പിന്തുണയാണ് ഇതിന് അഭ്യർത്ഥിക്കുന്നത്. പലതരത്തിൽ അദ്ദേഹം വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിന് ഒരു പിന്തുണ, ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാകണം എന്ന കാര്യം അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഏകദേശം 60% വെള്ളമായിരുന്നു കഴിഞ്ഞ സമയങ്ങളിൽ ഡാമുകളിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അതിപ്പോൾ 28% താഴേക്ക് പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കഴിഞ്ഞ കാലയളവിൽ, അതായത് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയിട്ടുള്ള വൈദ്യുതി തിരികെ നൽകുകയാണ് ഇപ്പോൾ സംസ്ഥാനം ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയത് അത് തിരികെ നൽകുന്നത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതിയിൽ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അടക്കം താൻ നേരത്തെ നിയമസഭയിൽ അടക്കം നൽകിയതാണ് എന്ന കാര്യവും മന്ത്രി പറയുന്നു. എന്തുതന്നെയായാലും വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്നും ഒപ്പം തന്നെ വൈദ്യുതിയുടെ അത് വൈദ്യുതിയുടെ ഉപഭോഗത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വൈദ്യുതിയുടെ പ്രതിസന്ധി ഇനിയും തുടരാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. എത്ര നാൾ പവർ കട്ട് തുടരും എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന കാര്യമാണ് മന്ത്രി അല്പം മുമ്പ് വ്യക്തമാക്കിയത്.